ഹലോ എവ്രി വൺ. നമ്മൾ നാനോ ടെക്നോളജിയിലെ ആ ചാപ്റ്ററിനകത്ത് ഇനി ആപ്ലിക്കേഷൻസ് ഓഫ് ഷ്രോഡിംഗേഴ്സ് ഇക്വേഷനാണ്. സ്റ്റഡി സ്റ്റേറ്റ് ഷ്രോഡിംഗേഴ്സ് ഇക്വേഷൻ നമ്മൾ പറഞ്ഞു. ഇനി അതിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. അതിനകത്ത് ആദ്യം വരുന്നത് പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് ആണ്. ആദ്യമേ ഒരു എന്താ പറയുക മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. ഇത് കുറച്ച് ലെങ്തിയാണ് വീഡിയോ. കാരണം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ക്വാണ്ടം മെക്കാനിക്സിനകത്ത് പഠിച്ച മുഴുവൻ കാര്യങ്ങളും ഒരൊറ്റ ചാപ്റ്ററിലാണ്ട് ഒതുക്കി വെക്കുകയാണ്. ഓക്കെ, അതായത് നമ്മളിപ്പം കഴിഞ്ഞതിൽ ഡ്യുവൽ നാച്ചർ മുതൽ തുടങ്ങിയിട്ട് ഷ്രോഡിംഗേഴ്സ് ഇക്വേഷൻ വരെ എത്തി നിന്നു. ഇനി ഇതിനകത്ത് പാർട്ടിക്കിൾ ഇൻ എ ബോക്സ്, ക്വാണ്ടം മെക്കാനിക്കൽ ടണലിങ്, സ്റ്റെപ്പ് പൊട്ടൻഷ്യൽ, അതുകൂടാതെ ബാക്കി വരുന്ന ഹൈഡ്രജൻ ആറ്റം തുടങ്ങിയ എല്ലാം ഇതിനകത്ത് കവർ ചെയ്യണം. അപ്പം ക്വാണ്ടം മെക്കാനിക്സിൻ്റെ 5th സെമസ്റ്റർ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഒരു ബേസിസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പഠിക്കാൻ കഴിയുള്ളൂ. ഓക്കെ, വളരെ ആഴത്തിൽ ഞാൻ പറയില്ല, കാരണം നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് വിശദമായിട്ട് പഠിച്ച ആളുകളാണ്. ഓക്കെ, ഇനി നോക്കാം. പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് ആണ് ഇതിനകത്ത് ആദ്യത്തെ ആപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് എന്ന് പറഞ്ഞാൽ ഒരു 1 ഡയമെൻഷണൽ ബോക്സിൻ്റെ കാര്യമാണ് പറയണത്, അല്ലേ? അല്ലെങ്കിൽ സിമ്പിളായിട്ട് നമുക്കിപ്പോൾ പാർട്ടിക്കിൾ കൺഫൈൻഡ് ഇൻ എ 1 ഡയമെൻഷണൽ ബോക്സ് എന്ന് പറയാം. ഓക്കെ, ഇൻഫൈനൈറ്റ് പൊട്ടൻഷ്യൽ വെൽ എന്നൊക്കെ പറയാം. എന്തുകൊണ്ടാണ് ഇതിന് ഇൻഫൈനൈറ്റ് പൊട്ടൻഷ്യൽ വെൽ എന്ന് പറയുന്നത്? ഒരു പാർട്ടിക്കിൾ ഉണ്ട് ഓഫ് മാസ് m ആൻഡ് ഇറ്റ് ഈസ് ട്രാപ്പ്ഡ് ഇൻസൈഡ് ദിസ് ബോക്സ്, അല്ലേ? അവിടെ അതിനകത്ത് പൊട്ടൻഷ്യൽ എത്രയാണ്? 0 ആണ്, അല്ലേ? ആൻഡ് ഔട്ട്സൈഡ് ദ ബോക്സ് ദ പൊട്ടൻഷ്യൽ ഈസ് ഇൻഫിനിറ്റി, അല്ലേ? ഇവിടെയും എന്താണ്? ഇൻഫിനിറ്റിയാണ്. അതുകൊണ്ടാണ് ഇതിന് ഇൻഫൈനൈറ്റ് പൊട്ടൻഷ്യൽ വെൽ എന്ന് പറയുന്നത്. അതിൻ്റെ ലെങ്ത്ത് 0 മുതൽ L വരെ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലെങ്ത്ത് L ആണ്. ഓക്കെ, ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇനി നമ്മൾ ഒന്നേന്ന് തുടങ്ങാം. ഭയങ്കര സ്പീഡിൽ പറഞ്ഞു പോകാം നമുക്ക്. ഷ്രോഡിംഗേഴ്സ് ഇക്വേഷൻ d²ψ/dx² പ്ലസ് 2m/h² ഇൻറ്റു E മൈനസ് V psi ഈക്വൽ ടു 0 എന്നുള്ളതാണ് ഷ്രോഡിംഗേഴ്സ് ഇക്വേഷൻ ആണല്ലോ. വേർ E ഈസ് ദ എനർജി ഓഫ് ദ പാർട്ടിക്കിൾ, അല്ലേ? ഇനി ഇവിടെ ഈ പാർട്ടിക്കിൾ ബോക്സിനകത്ത് എങ്ങനെ ബിഹേവ് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇൻസൈഡ് ദ ബോക്സ് പാർട്ടിക്കിളിൻ്റെ പൊട്ടൻഷ്യൽ 0 ആണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ V എന്ന് പറയുന്ന ക്വാണ്ടിറ്റി 0 ആണെന്ന് നമുക്ക് കൊടുക്കാം, അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് വരും? d²ψ/dx² പ്ലസ് k² ഇൻറ്റു psi ഈക്വൽ ടു 0 എന്ന് പറയാം, അല്ലേ? ഇവിടെ ഈ വിക്ക് പകരം 0 കൊടുത്തു. അപ്പോൾ 2m/h² ഇൻറ്റു E psi ഈക്വൽ ടു 0 എന്ന് വരിക. ഇനി k² എന്ന് പറയുന്നത് വേർ k² ഈക്വൽ ടു 2me/h² ആണല്ലോ. ഇങ്ങനെ കൊടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്തിരുന്നത്? ഈ ഇക്വേഷനെ സോൾവ് ചെയ്യുക, അല്ലേ? ആ ഇക്വേഷനെ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടിയിരുന്നത്? സൊല്യൂഷൻ psi ഈക്വൽ ടു a cos kx പ്ലസ് b sin kx എന്ന് കിട്ടി, അല്ലേ? ഇങ്ങനെയാണ് നമ്മുടെ സൊല്യൂഷൻ കിട്ടിയത്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്തിരുന്നത്? ഇതിനകത്ത് ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുക. ഓക്കെ, എയും ബിയും കാണാൻ വേണ്ടിയിട്ട് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുക. അതായത് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് കേട്ടോ ഇത്. ഓക്കെ, ഇനി നമ്മൾ എയും ബിയും കാണാൻ വേണ്ടിയിട്ട് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുക. എന്തൊക്കെയാണ് ബൗണ്ടറി കണ്ടീഷൻ? അറ്റ് x ഈക്വൽ ടു 0 psi ഈക്വൽ ടു 0. ഓക്കെ, x ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിൽ എന്തില്ല? പാർട്ടിക്കിൾ ഇല്ല. അതുകൊണ്ട് x ഈക്വൽ ടു 0യിൽ വേവ് ഫംഗ്ഷൻ 0 ആയിരിക്കും. പാർട്ടിക്കിൾ ഇല്ലെങ്കിൽ അതിൻ്റെ വേവ് ഫംഗ്ഷൻ 0 ആണ്ടേ. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനകത്ത് എക്സും സൈയും 0 ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് കിട്ടും 0 ഈക്വൽ ടു cos 0 എന്ന് പറഞ്ഞാൽ 1 ആണ്, അല്ലേ? അപ്പോൾ a cos kx അല്ലേ? a cos 0 പ്ലസ് b sin 0. അപ്പം പ്ലസ് sin 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ ഇങ്ങനെ കിട്ടും, അല്ലേ? ദാറ്റ് മീൻസ് വി ഗെറ്റ് a ഈക്വൽ ടു 0 എന്ന് കിട്ടും. Therefore our wave function becomes a എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി 0 ആണെങ്കിൽ our wave function become b sin kx, അല്ലേ? ഇനി രണ്ടാമതായിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ അടുത്ത ബൗണ്ടറി കണ്ടീഷൻ ചെയ്തു. എന്താണ്? അറ്റ് x ഈക്വൽ ടു L psi ഈക്വൽ ടു 0. x ഈക്വൽ ടു L എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിലും എന്തായിരിക്കും? പാർട്ടിക്കിളിൻ്റെ വേവ് ഫംഗ്ഷൻ 0 ആയിരിക്കും. കാരണം അവിടെ പാർട്ടിക്കിൾ ഉണ്ടല്ലോ. അപ്പോൾ പാർട്ടിക്കിൾ ഈസ് വിത്തിൻ ദ ബോക്സ്, അല്ലേ? അപ്പോൾ നമുക്ക് കണ്ടീഷൻ അപ്ലൈ ചെയ്ത് കൊടുത്താൽ സൈക്കും എക്സിനും എല്ലും സൈക്ക് 0യും ഈ ഇക്വേഷനകത്ത് ഇട്ട് കൊടുക്കാം, അല്ലേ? അപ്പോൾ എന്താ കിട്ടുക? 0 ഈക്വൽ ടു b sin kl എന്ന് കിട്ടും, അല്ലേ? ഇനി b എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി 0 അല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? sin kl ഈക്വൽ ടു 0 എന്ന് പറയാൻ പറ്റും, അല്ലേ? sin kl ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? kl ഈസ് ഈക്വൽ ടു nπ എന്ന് പറയും. കാരണം അല്ലേ, sin kl ഈക്വൽ ടു 0 പറഞ്ഞാൽ sin θ ഈക്വൽ ടു 0, അല്ലേ? അപ്പോൾ kl ഈക്വൽ ടു nπ ആവും, അല്ലേ? n ഈക്വൽ ടു 1 2 3 എക്സെട്ര, അല്ലേ? അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് നിന്ന് k ഈക്വൽ ടു nπ/L എന്ന് പറഞ്ഞൊരു എക്സ്പ്രഷൻ കിട്ടും, അല്ലേ? Therefore our wave function this becomes psi equal to b sin
കെ എക്സ് അല്ലേ, കെക്ക് പകരം എൻ പൈ ബൈ എൽ കൊടുക്കുക അല്ലേ. അപ്പം ഇങ്ങനെ കിട്ടും. സൈക്വൽ ടു ബി സൈൻ എൻ പൈ എക്സ് ബൈ എൽ എന്ന് കിട്ടും അല്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, നമുക്ക് ബി ഇപ്പോഴും കണ്ടിട്ടില്ല, അതിന് വേണ്ടിയിട്ട് നമ്മൾ നോർമലൈസേഷൻ കണ്ടീഷൻ അപ്ലൈ ചെയ്യും അല്ലേ. അങ്ങനെയാണല്ലോ. അപ്പം സൈ ഈക്വൽ നമുക്ക് കിട്ടിയത് ബി സൈൻ എൻ പൈ എക്സ് ബൈ എൽ എന്നാണ്. ഇനി നോർമലൈസേഷൻ കണ്ടീഷൻ വിത്തിൻ ദ ലിമിറ്റ് ഓഫ് ദ ബോക്സ് മോഡ് സൈ സ്ക്വയർ ഡി എക്സ് ഷുഡ് ബി ഈക്വൽ ടു 1 അല്ലേ. അതായത് ഈ ബോക്സിൻ്റെ അകത്ത് പാർട്ടിക്കിൾ ഉണ്ട് എന്നുള്ള കാര്യം 100% ഉറപ്പാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രോബിലിറ്റി 1 ആണ് അല്ലേ. ഇനി ഇത് വെച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മൾ സോൾവ് ചെയ്യുക. അപ്പം മോഡ് സൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, സൈ സ്റ്റാർ സൈ അല്ലേ. അപ്പം എന്ത് കിട്ടും, ബി സൈ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ബി സൈൻ എൻ പൈ എക്സ് ബൈ എൽ ഇൻറ്റു 0 to L അല്ലേ. സൈ സ്റ്റാർ ആയി അല്ലേ. ഇതെന്തുകൊണ്ടാണ് ഞാൻ എഴുതിയെന്നറിയോ, മോഡ് സൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, സൈ സ്റ്റാർ സൈ ആയതുകൊണ്ട്. അപ്പോൾ സൈ ഇതാണ്, അപ്പോൾ സൈ സ്റ്റാർ അത് തന്നെയാണ്, കാരണം ഇതിനകത്ത് ഇമാജിനറി നമ്പേഴ്സ് ഇല്ല. ഇൻറ്റു വീണ്ടും എന്ത് വരും, ബി സൈൻ എൻ പൈ എക്സ് ബൈ എൽ എന്ന് വരും. നിങ്ങൾക്കിതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ 5th സെമസ്റ്ററിൻ്റെ പ്ലേലിസ്റ്റ് നോക്കിയിട്ട് അതിനകത്ത് നിന്ന് കണ്ടെത്തിയാൽ മതി കേട്ടോ. which is equal to 1 അല്ലേ. സോ വി ഗെറ്റ് ബി സ്ക്വയർ ഇൻറ്റു ഇൻ്റഗ്രൽ 0 to L സൈൻ സ്ക്വയർ എൻ പൈ എക്സ് ബൈ എൽ ഡി എക്സ് ഈക്വൽ ടു 1 എന്ന് കിട്ടും അല്ലേ. ഇങ്ങനെയാണ് കിട്ടുക. ഇനി ഈ ഇൻ്റഗ്രേഷൻ സോൾവ് ചെയ്യണം. ഈ ഇൻ്റഗ്രേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെന്ത് ചെയ്യും, സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ 1 മൈനസ് കോസ് 2 തീറ്റ ബൈ 2 എന്ന് കൊടുക്കും. എന്ന് പറഞ്ഞാൽ 1 മൈനസ് കോസ് 2n പൈ എക്സ് ബൈ എൽ എന്ന് കൊടുക്കും അല്ലേ. ഓൾ ഡിവൈഡഡ് ബൈ 2 എന്ന് വരും അല്ലേ. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ആ ഇക്വേഷൻ സോൾവ് ചെയ്തിരുന്നു. അത്ര ആഴത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ബി സ്ക്വയർ ഇൻറ്റു എൽ ബൈ 2 ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഈ ഇൻ്റഗ്രേഷൻ സോൾവ് ചെയ്യാൻ നമുക്ക് വാല്യൂ കിട്ടുന്നത് എൽ ബൈ 2 ആണ് അല്ലേ. ദാറ്റ് മീൻസ് ബി സ്ക്വയർ ഈക്വൽ ടു 2 ബൈ എൽ എന്ന് കിട്ടും. ബി ഈക്വൽ ടു റൂട്ട് 2 ബൈ എൽ എന്ന് കിട്ടും. ദെർഫോർ a wave function becomes psi equal to b ൻ്റെ വാല്യൂ റൂട്ട് 2 ബൈ എൽ ആണെങ്കിൽ റൂട്ട് 2 ബൈ എൽ സൈൻ എൻ പൈ എക്സ് ബൈ എൽ എന്ന് കിട്ടും. ഇതിനെയാണ് നമ്മൾ പാർട്ടിക്കിൾ ഇൻ എ ബോക്സിൻ്റെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കഴിഞ്ഞ വർഷം ഒബ്റ്റെയിൻ ചെയ്തതാണ് നമ്മൾ. സൈക്കിൾ ടു റൂട്ട് 2 ബൈ എൽ സൈൻ എൻ പൈ എക്സ് ബൈ എൽ അല്ലേ. എൻ ഈക്വൽ ടു 1 2 3 എക്സെട്ര. എൻ ഈക്വൽ ടു 1 ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും, ഗ്രൗണ്ട് സ്റ്റേറ്റ് വേവ് ഫംഗ്ഷൻ എന്ന് പറയും. ഓക്കെ, ഇനി നമുക്ക് ഈ പാർട്ടിക്കിളിൻ്റെ എനർജി കാണണം അല്ലേ. എനർജി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്, അതിനകത്ത് നമ്മൾ പറഞ്ഞു കെ എൽ ഈക്വൽ ടു എൻ പൈ എന്ന് പറഞ്ഞു അല്ലേ. കെ എൽ ഈക്വൽ ടു എൻ പൈ എന്ന് പറഞ്ഞു. അതുപോലെ നമ്മളവിടെ കെ സ്ക്വയർ ഈക്വൽ ടു എന്തെടുത്ത് 2me ബൈ എച്ച് ക്രോ സ്ക്വയർ എന്നെടുത്തിരുന്നത് അല്ലേ. 2me ബൈ എച്ച് ക്രോ സ്ക്വയർ. ഇതിനകത്തുനിന്ന് നമുക്ക് കെ ഈക്വൽ ടു എൻ പൈ ബൈ എൽ എന്ന് എഴുതി കൂടെ, നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇതവിടെ നിൽക്കട്ടെ. ഇനി കെ സ്ക്വയർ ഈക്വൽ ടു 2me ബൈ എച്ച് ക്രോ സ്ക്വയർ എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിനകത്ത് നിന്ന് ഈ ഇക്വേഷനകത്ത് നമുക്ക് എനർജി എന്ത് ചെയ്താം എച്ച് ക്രോ സ്ക്വയർ കെ സ്ക്വയർ ബൈ 2m എന്ന് എഴുതാം. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇനി അല്ലെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് എനർജി, ടോട്ടൽ എനർജി ഓഫ് ദ പാർട്ടിക്കിൾ പറഞ്ഞാൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ്. പൊട്ടൻഷ്യൽ എനർജി 0 നമ്മൾ ആൾറെഡി പറഞ്ഞു അല്ലേ. അപ്പോൾ എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി പറഞ്ഞാൽ എന്താ, പി സ്ക്വയർ ബൈ 2m ആണ്. പി എന്ന് പറഞ്ഞാൽ എന്താണ്, എച്ച് ക്രോസ് കെ ആണ്. അപ്പോൾ പി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എച്ച് ക്രോസ് സ്ക്വയർ കെ സ്ക്വയർ ആണ് ബൈ 2m. രണ്ടും സെയിം ആണ്, ഇങ്ങനെയും പോവാം കേട്ടോ. ഇനി കെൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. അപ്പം ഇ എൻ ഈസ് ഈക്വൽ ടു എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m ഇൻറ്റു കെ സ്ക്വയറിന് പകരം എൻ സ്ക്വയർ പൈ സ്ക്വയർ ബൈ എൽ സ്ക്വയർ കൊടുക്കുക അല്ലേ. അപ്പം എന്ത് കിട്ടും, എച്ച് ക്രോസ് സ്ക്വയർ എൻ സ്ക്വയർ എച്ച് സ്ക്വയർ സ്ക്വയർ ബൈ 2m ഇൻറ്റു എൻ സ്ക്വയർ പൈ സ്ക്വയർ ബൈ എൽ സ്ക്വയർ എന്ന് വരും അല്ലേ. അല്ലെങ്കിൽ നമ്മുടെ ജനറൽ ഫോർമുല എൻ സ്ക്വയർ പൈ സ്ക്വയർ എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2ml സ്ക്വയർ എന്ന് കിട്ടും. ഇതായിരുന്നു നമ്മുടെ പാർട്ടിക്കിളിൻ്റെ ബോക്സിനകത്തെ എനർജി. ഓക്കെ, എൻ ഈക്വൽ ടു എൻ സ്ക്വയർ പൈ സ്ക്വയർ എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2ml സ്ക്വയർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഇതാണ് എനർജി ഓഫ് ദ പാർട്ടിക്കിൾ, ഇതാണ് വേവ് ഫംഗ്ഷൻ ഓഫ് ദ പാർട്ടിക്കിൾ. ഓക്കെ, എൻ ഈക്വൽ ടു 1 ആയി കഴിഞ്ഞാൽ ഗ്രൗണ്ട് സ്റ്റേറ്റ്, മറ്റത് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ്, അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളതാണ് പൊട്ടൻഷ്യൽ സ്റ്റെപ്പ്
അല്ലെങ്കിൽ റിഫ്ലക്ഷൻ ടണലിംഗ് അല്ലെങ്കിൽ ക്വാണ്ടം ലീക്ക് എന്നുള്ളത്. ഓക്കെ, പൊട്ടൻഷ്യൽ സ്റ്റെപ്പ് അല്ലെങ്കിൽ റിഫ്ലക്ഷൻ ആൻഡ് ടണലിംഗ്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതൊരു സ്റ്റെപ്പ് പൊട്ടൻഷ്യലാണ്. ഓക്കെ, അതായത് നമുക്ക് നേരത്തെ ഒരു ബോക്സ് മാത്രമായിരുന്നു, അതിൻ്റെ ഉള്ളിലായിരുന്നു പാർട്ടിക്കിൾ. ഇനി ഇവിടെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പാർട്ടിക്കിൾ ഇവിടെയാണ്. ഓക്കെ, ഇവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ട്, അതിൻ്റെ മാസ് m ആണ്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇങ്ങനെയൊരു x=0 എന്ന് പറഞ്ഞ റീജിയൻ മുതൽ അങ്ങോട്ടേക്ക് എന്താണ് ഒരു ബാരിയർ ഉണ്ട്, ഒരു പൊട്ടൻഷ്യൽ ബാരിയർ ഉണ്ട്. ഓക്കെ, ഒരു പൊട്ടൻഷ്യൽ ബാരിയർ ഉണ്ട്, അതിൻ്റെ ഹൈറ്റ് എത്രയാണ്? v0 ആണ് അല്ലേ, അതിൻ്റെ ഹൈറ്റ് v0 ആണ് അല്ലേ, എന്ന് പറഞ്ഞാൽ ഈ ഹൈറ്റ് v0 ആണ്. അത്രയും പൊട്ടൻഷ്യൽ ഉള്ളൊരു എന്താ പറയുക ബാരിയറാണ്. ഓക്കെ, ഇനി ഇപ്പുറത്താണ് പാർട്ടിക്കിൾ എടുക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ രണ്ട് റീജിയൻ ഉണ്ട്. റീജിയൻ 1 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എക്സിൻ്റെ ഇപ്പുറത്തേക്ക്, റീജിയൻ 2 എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ അപ്പുറത്തേക്ക്. ഓക്കെ, അപ്പം ഒറിജിൻ മുതൽ അങ്ങോട്ടേക്കാണ് ഈ ബാരിയർ ഉള്ളത്. ഓക്കെ, ഇങ്ങനെ ഒരു ബാരിയർ ഉള്ളത്. ഇനി പാർട്ടിക്കിൾ ഇവിടെയാണ്. ഇതിന് രണ്ട് കേസ് വരാം. ഒന്ന് എനർജി ഗ്രേറ്റർ ദാൻ വി എന്ന് വരാം, അല്ലെങ്കിൽ എനർജി ലെസ് ദാൻ വി എന്ന് പറയാം അല്ലേ. രണ്ട് കേസ്, എനർജി ലെസ് ദാൻ v0, അങ്ങനെ രണ്ട് കേസ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, രണ്ട് കേസും കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഷ്രോഡിംഗേഴ്സ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. ഓക്കെ, പ്രോബ്ലം ക്ലിയർ ആണല്ലോ? പൊട്ടൻഷ്യൽ സ്റ്റെപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഇങ്ങനെ അല്ലേ. നേരത്തെ ഒരു ബോക്സ് ആയിരുന്നു, ഇവിടെ ഇങ്ങനെയാണ്. അതായത് പാർട്ടിക്കിൾ ഇവിടെയാണ്, ഇതിന് v0 ഹൈറ്റിൽ, ഇത്രയും ഹൈറ്റുള്ളൊരു പൊട്ടൻഷ്യൽ ബാരിയർ അതിൻ്റെ മുന്നിലുണ്ട്. ഇനി ഇവിടെയാണ് പാർട്ടിക്കിൾ. ഇത് രണ്ട് കേസ്, ഒന്ന് എനർജി ഈ ബാരിയറിനേക്കാളും കുറവ്, മറ്റൊന്ന് എനർജീനേക്കാളും കൂടുതൽ. അപ്പോൾ ഉള്ള രണ്ട് കേസ് ഡിസ്കസ് ചെയ്യാണ് നമ്മൾ ഇനി ചെയ്യുന്നത്. ഓക്കെ, ഇതിനകത്ത് ആദ്യത്തെ കേസ് നോക്കാം. കേസ് 1. കേസ് 1 എന്ന് പറയുന്നത് എനർജി ഓഫ് ദ പാർട്ടിക്കിൾ ഗ്രേറ്റർ ദാൻ v0 ആണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന പാർട്ടിക്കിളിന് ഈ ബാരിയറിനേക്കാളും എനർജി ഉണ്ട്, അപ്പോൾ അതിന് കൂടുതലായിട്ട് അപ്പുറത്തേക്ക് പോകാമെന്നർത്ഥം. ഓക്കെ, ഇനി അവിടെ നമുക്ക് രണ്ട് റീജിയൻ ഉണ്ട് അല്ലേ. റീജിയൻ 1 ഇത്, റീജിയൻ 2 ഇത്. ഓക്കെ, ഇവിടെ പൊട്ടൻഷ്യൽ എത്രയാണ്? 0 ആണ്. ഇവിടെ പൊട്ടൻഷ്യൽ 0 അല്ല, ഇവിടെ v0 ആണ് ഈ റീജിയനിൽ അല്ലേ. എക്സിൻ്റെ അപ്പുറത്തേക്ക് പൊട്ടൻഷ്യൽ 0 ആണ്, അപ്പുറത്തേക്ക് v0 ആണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഒന്നാമത്തെ റീജിയന് ഷ്രോഡിംഗേഴ്സ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ റീജിയൻ കാണിക്കാൻ ψ1 എന്ന് നിർത്തും. d² ψ1/dx² പ്ലസ് 2m/h²× e മൈനസ് വി അല്ലേ. അതിനകത്ത് ഈ റീജിയനിൽ v0 ആണ്, അപ്പോൾ 2me/h² ψ1 = 0 എന്ന് കൊടുത്തു. ഓക്കെ, ഇനി 2me/h² ഞാൻ k1 എന്നെടുത്തു, k1² എന്നെടുത്തു അല്ലേ. അപ്പോൾ എന്തിട്ടും d² ψ1/dx² പ്ലസ് k1² ψ1 = 0 എന്ന് കിട്ടും അല്ലേ. വേർ എന്താണ് k1² = 2me/h² ആണല്ലോ. അങ്ങനെ എടുത്തു. ഇനി റീജിയൻ 2ൻ്റെ എടുക്കുക. ഇത് റീജിയൻ 1-നാണ് കേട്ടോ. റീജിയൻ 2ൻ്റെ വേവ് ഫംഗ്ഷൻ എടുക്കുമ്പം എങ്ങനെ വരിക? ഷ്രോഡിംഗേഴ്സ് ഇക്വേഷൻ എടുക്കുമ്പം d² ψ2/dx² പ്ലസ് 2m/h² ഇ മൈനസ്, അവിടെ v എന്ന് പറയുന്നത് എത്രയാണ്? v0 ആണ്. റീജിയൻ 2-നകത്ത് v0 ആണ്. ψ2 = 0. ഓക്കെ, അപ്പം ഇനി നമ്മൾ എന്ത് ചെയ്യും? 2m/h² ഇ മൈനസ് v0 എന്നുള്ളതിന് നമ്മൾ k2² എന്നെടുക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എന്താവും? d² ψ2/dx² പ്ലസ് k2² ψ2 = 0 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? അങ്ങനെ കിട്ടി. ശേഷം നമ്മൾ എന്ത് ചെയ്യും? ഇതിന് രണ്ടിനും സൊല്യൂഷൻ കാണും. ഇത് ഇക്വേഷൻ 1, ഇത് ഇക്വേഷൻ 2. ഇതിന് രണ്ടിനും സൊല്യൂഷൻ കാണാം അല്ലേ. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ψ1 = എന്താ കിട്ടുക? ψ1 = ae⁻i k1x k1x പ്ലസ് be⁻i k1x എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെ കിട്ടി. ഇത് റീജിയൻ 1-ന്. ഓക്കെ, റീജിയൻ 2-ന് നമുക്ക് കിട്ടുന്നത് ψ2 = എന്താ കിട്ടുക? c⁻i k2x പ്ലസ് d⁻i k2x എന്ന് കിട്ടും. ഇത് റീജിയൻ 2-നും കിട്ടും. ഓക്കെ, ഇനി ഇവിടെ e⁻i k1x കൊണ്ട് ഉദ്ദേശിക്കുന്നത് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന വേവ് എന്നാണ് അർത്ഥം. e⁻i k1x കൊണ്ട് ഉദ്ദേശിക്കുന്നത് നെഗറ്റീവ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന വേവ് എന്നർത്ഥം. അതുപോലെ e⁻i k2x എന്ന് പറഞ്ഞാൽ റീജിയൻ 2-ൽ പോസിറ്റീവ് എക്സിൽ പോകുന്നത്
ഇ റൈസ് ടു മൈനസ് ഐ കെ ടു എക്സ് എന്ന് പറഞ്ഞാൽ റീജിയൻ 2ൽ നെഗറ്റീവ് എക്സിൽ പോകുന്നത്. മനസ്സിലായോ? ഓക്കെ. ഇവിടെ ശരിക്കും എന്താ സംഭവിക്കുകയെന്ന് ചോദിച്ചാൽ ഇവിടെ ഈ ഒരു പാർട്ടിക്കിൾ എന്ത് ചെയ്യും? ഇങ്ങനെ പോകും. ഓക്കെ, അങ്ങനെ പോകും. ഓക്കെ, അങ്ങനെ പോകുന്ന സമയത്ത് ഇതെങ്ങാനും ഏതെങ്കിലും ഭാഗം ഈ ബാരിയറിൽ തട്ടിയാൽ എന്ത് ചെയ്യും? കുറച്ച് ഭാഗം ഇങ്ങോട്ടേക്ക് വരും. ഓക്കെ, അപ്പോൾ ഈ ഭാഗം എന്ന് പറയുന്നത് ഇ റൈസ് ടു ഐ കെ 1 ആണ്. ഓക്കെ, ഇത് ഇങ്ങോട്ട് തിരിച്ച് വരുന്നത് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നത് ഇ റൈസ് ടു മൈനസ് ഐ കെ 1 ആണ്. ആ മൈനസ് സൂചിപ്പിക്കുന്ന അതാണ്. പ്ലസ് പറഞ്ഞാൽ പോസിറ്റീവ് ഇങ്ങോട്ടേക്ക് പോകുന്നു, നെഗറ്റീവ് പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് തിരിച്ച് വരുന്നു. ഓക്കെ, അപ്പോൾ റീജിയൻ 1ൻ്റെത് ഇതിൽ വ്യക്തമാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ റീജിയൻ നോക്കുക. റീജിയൻ 2-നകത്ത് പാർട്ടിക്കിൾ ഇത് പെനട്രേറ്റ് ചെയ്തോ അല്ലെങ്കിൽ മുകളിൽ കൂടി അങ്ങോട്ട് വന്നു എന്ന് കരുതുക, അല്ലേ? ഇങ്ങനെ വന്നു എന്ന് കരുതുക. അങ്ങനെ വന്നൊരു പാർട്ടിക്കിൾ ട്രാൻസ്മിറ്റ് ചെയ്ത് അങ്ങോട്ടേ പോവുള്ളൂ. അവിടെ ഇങ്ങോട്ട് വരാനൊരു സാധ്യതയല്ല. ഇവിടെ എവിടെയും തട്ടി തിരിച്ച് വരില്ലല്ലോ. അതുകൊണ്ട് പാർട്ടിക്കിൾ ഇവിടെ അങ്ങോട്ടേ പോവുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഇ റൈസ് ടു ഐ കെ 2x എന്ന് പറഞ്ഞ ടേമേ വാലിഡ് ആയിട്ടുള്ളൂ. ഇ റൈസ് ടു മൈനസ് ഐ കെ 2x എന്ന് പറഞ്ഞ ഒരു ടേം അവിടെ വാലിഡ് അല്ല. അതുകൊണ്ട് നമ്മൾ d = 0 കൊടുക്കുന്നു. അതിൻ്റെ റീസൺ നിങ്ങൾക്കറിയാലോ. റീജിയൻ 1ൽ എന്ത് ചെയ്യും? കുറച്ച് ഭാഗം അങ്ങോട്ട് പോകും, കുറച്ച് ഭാഗം റിഫ്ലക്റ്റ് ചെയ്ത് വന്നേക്കാം. റീജിയൻ 2ൽ അങ്ങോട്ട് മാത്രമേ പോവുള്ളൂ. അവിടെ മുട്ടി തിരിച്ച് വരാൻ ചുമരുകളൊന്നുമില്ല. ഓക്കെ, അതുകൊണ്ട് psi2 d = 0 എന്ന് കൊടുക്കും. അപ്പോൾ psi2 = c e റൈസ് ടു ഐ കെ 2x എന്ന് വരും. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യും, അല്ലേ? എന്തൊക്കെയായിരുന്നു നമ്മുടെ ബൗണ്ടറി കണ്ടീഷൻസ്? ഒന്ന്, ബൗണ്ടറി ഏതവിടെ? x=0 എന്ന് പറഞ്ഞ പോയിന്റ്, അല്ലേ? ഇവിടെ കണ്ടിന്യൂസിറ്റി കിട്ടണമെങ്കിൽ, ഇവിടെ കണ്ടിന്യൂസിറ്റി ഞാൻ ഒന്നുകൂടി ഒരു വേവ് വരക്കാണ്. ഇങ്ങനൊരു വേവ് വരുന്നു എന്ന് കരുതുക, അല്ലേ? ഇങ്ങനെ ഒരു കണ്ടിന്യൂസിറ്റി കിട്ടണമെങ്കിൽ ഇവിടുന്ന് ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്ന വേവ് തുടർച്ചയായിട്ട് ഇങ്ങനെ പോകണം, അല്ലേ? അപ്പോൾ കറക്റ്റ് ഈ പോയിന്റിൽ ബൗണ്ടറിയിൽ എന്തായിരിക്കണം? x=0 എന്ന് പറഞ്ഞ പോയിന്റിൽ psi1 ഷുഡ് ബി ഈക്വൽ ടു psi2, അല്ലേ? x=0 എന്ന് പറഞ്ഞ പോയിന്റിൽ psi1 ഷുഡ് ബി ഈക്വൽ ടു psi2, അല്ലേ? അങ്ങനെയൊരു കണ്ടീഷൻ നമുക്ക് അവിടെ കൊടുക്കണം. അതുപോലെ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് വെൽ ബിഹേവ്ഡ് വേവ് ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്തൊക്കെയായിരുന്നു? psi ഷുഡ് ബി കണ്ടിന്യൂസ് ആൻഡ് സിംഗിൾ വാല്യൂഡ്. രണ്ടാമത്തെ വേവ് ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് psi ഷുഡ് ബി കണ്ടിന്യൂസ് ആൻഡ് സിംഗിൾ വാല്യൂഡ്. അപ്പം x=0 എന്ന് പറഞ്ഞ പോയിന്റിൽ psi1 ഷുഡ് ബി ഈക്വൽ ടു psi2 ആൻഡ് x=0 എന്ന് പറഞ്ഞ പോയിന്റിൽ ∂psi1/∂x ഷുഡ് ബി ഈക്വൽ ടു ∂psi2/∂x. ഇതും അവിടെ നിർബന്ധമാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ അങ്ങനെ കൊടുക്കുന്നു, അല്ലേ? അപ്പോൾ ആ രണ്ട് ബൗണ്ടറി കണ്ടീഷൻസ് നമ്മൾ അപ്ലൈ ചെയ്യുക. അതൊന്നും നമ്മളിവിടെ ചെയ്യുന്നില്ല കേട്ടോ. അപ്പം അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു സെക്കൻഡ്. അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് b/a = k1 - k2/k1 + k2 ആൻഡ് c/a = 2k1/k1 + k2 എന്ന് കിട്ടും. ഇത് നമ്മൾ ഇലക്ട്രോഡൈനാമിക്സിലെ ട്രാൻസ്മിഷൻ, റിഫ്ലക്ഷൻ ആൻഡ് ട്രാൻസ്മിഷൻ അറ്റ് ബൗണ്ടറി എന്ന് പറഞ്ഞ പ്രോബ്ലത്തിൻ്റെ അതേപോലെയാണിത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കിട്ടും. ഓക്കെ, ഈ രീതിയിലാണ് നമുക്ക് b/aയും c/aയും കിട്ടുക. ഓക്കെ, ബിയും എയും സിയും എയും ഒക്കെ എന്താണ്? കോൺസ്റ്റൻസ് ആണ്, അല്ലെ? k1 k2 ആണ് ഇപ്പുറത്തെ അപ്പുറത്തേക്ക് വേവ് നമ്പേഴ്സ്, അല്ലെങ്കിൽ വേവ് വെക്ടേഴ്സ്. ഓക്കെ, ഇനി ട്രാൻസ്മിഷൻ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? പ്രോബബിലിറ്റി ഫോർ ട്രാൻസ്മിഷൻ, അല്ലേ? അത് എങ്ങനെ കിട്ടുക? നമുക്ക് കിട്ടുന്നത് 4k1 k2/k1 + k2 സ്ക്വയർ എന്ന് കിട്ടും, അല്ലേ? ഇതും നമ്മൾ അന്ന് പഠിച്ച അതേ ഫോർമുലയാണ്, അല്ലേ? അതുപോലെ റിഫ്ലക്ഷൻ കോഎഫിഷ്യൻറ്റ്, അല്ലേ? റിഫ്ലക്ഷൻ കോഎഫിഷ്യൻറ്റ് R = എന്താ കിട്ടുക? k1 - k2 സ്ക്വയർ k1 + k2 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും, അല്ലേ? റിഫ്ലക്ഷൻ കോഎഫിഷ്യൻറ്റ് R = k1 - k2/k1 + k2 ഹോൾ സ്ക്വയർഡ് എന്ന് കിട്ടും, അല്ലേ? ഇതാണ് T, ഇതാണ് R. ആൻഡ് ഇറ്റ് ഷുഡ് ബി ആൾവേസ് നോട്ടഡ് ദാറ്റ് R + T വിൽ ബി ഈക്വൽ ടു 1, അല്ലേ? റിഫ്ലക്റ്റ് ചെയ്ത വേവും ട്രാൻസ്മിറ്റ് ചെയ്ത വേവും എന്തായിരിക്കും? അതിൻ്റെ സം എന്ന് പറയുന്നത് 1 ആയിരിക്കും, ആണല്ലോ? ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ കേസ് നോക്കണം. ഓക്കെ, ഫോർ E < V0. അതേ ഡയഗ്രാം തന്നെയാണ് വരുന്നത്. അപ്പോൾ നോക്കുക, കേസ് 2, അതായത് E < V0. പാർട്ടിക്കിളിൻ്റെ എനർജി ബാരിയർ പൊട്ടൻഷ്യലിനേക്കാളും കുറവാണ്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ്
ഓക്കെ, പാർട്ടിക്കിളിൻ്റെ എനർജി ഇതിനേക്കാളും കുറവാണ്. ഇത് V0 ആണ്, ഇതിനേക്കാളും കുറവാണെന്ന് പാർട്ടിക്കിളിൻ്റെ എനർജി. അപ്പോൾ പാർട്ടിക്കിളിന് ഈ ലെവലിലേക്ക് ഉയരാൻ കഴിയില്ല അല്ലേ, ഇത്രേ മാക്സിമം കിട്ടുള്ളൂ അല്ലേ, ഈ ലെവലിലേ കിട്ടുള്ളൂ. അങ്ങനെയാകുമ്പോൾ നമ്മൾ പൊട്ടൻഷ്യൽ ടണലിങ് നമ്മൾ പഠിച്ചാണല്ലോ. ഇത് ടണലിങ് അല്ല, അതായത് ഈ റീജിയനിൽ പാർട്ടിക്കിളിനെ കാണാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി റീജിയൻ 1ൻ്റെ വേവ് ഫംഗ്ഷൻ സെയിം തന്നെയാവും അല്ലേ, റീജിയൻ 1ൻ്റെ വേവ് ഫംഗ്ഷൻ സെയിം തന്നെയാവും. അതായത് d²ψ1/dx² പ്ലസ് k1² ψ1 = 0 അല്ലേ, where k1² = 2me/h². ഓക്കെ, ഇനി റീജിയൻ 2-നകത്ത് എങ്ങനെ വരിക വെച്ചാൽ, ഈ റീജിയനകത്ത് എങ്ങനെയാണ് വരിക എന്ന് ചോദിച്ചാൽ d²ψ2/dx² പ്ലസ് 2m/h² E മൈനസ് V0 ψ2 = 0 എന്നല്ലേ വരിക. ഇനി നമ്മൾ മുമ്പേ ചെയ്ത് ഓർമ്മയുണ്ടല്ലോ, E മൈനസ് V0, ഇവിടെ E <V0 ആണ്. അതുകൊണ്ട് E മൈനസ് V0 എന്നുള്ള നെഗറ്റീവ് ക്വാണ്ടിറ്റി ആവും. അതുകൊണ്ട് അതിനെ പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ d²ψ2/dx² മൈനസ് 2m/h² V മൈനസ് E V0 മൈനസ് E ഇൻറ്റു ψ = 0 എന്ന് കൊടുക്കും അല്ലേ, ഇങ്ങനെ കൊടുക്കും. അപ്പം ഈ ക്വാണ്ടിറ്റി V0 മൈനസ് E എന്നുള്ളത് പോസിറ്റീവ് ക്വാണ്ടിറ്റി ആവും അല്ലേ. എന്നിട്ട് നമ്മൾ ഇതിനെയാണ് k2² ആക്കി എടുത്തത് അല്ലേ, പുട്ടിങ് k2² = 2m/h² ഇൻറ്റു V0 മൈനസ് E എന്ന് കൊടുത്തു. അപ്പം നമുക്ക് d²ψ2/dx² മൈനസ് k2² ψ2 = 0 എന്ന് കിട്ടും അല്ലേ. എന്നിട്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്തു, സോൾവ് ചെയ്തു. അപ്പം ψ1 = നമുക്ക് ae⁻ik1x എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൊല്യൂഷൻ ae⁻ik1x പ്ലസ് be⁻ik1x എന്ന് കിട്ടും അല്ലേ. ψ2 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൊല്യൂഷൻ എന്താവും, ψ2 = ഇവിടെ ഇമാജിനറി പാർട്ട് പോവും അല്ലേ, എന്താ കിട്ടുക, k2x പ്ലസ് d⁻k3x എന്ന് വരും അല്ലേ. ഇതിൻ്റെ സൊല്യൂഷൻ ഇവിടെ മൈനസ് വന്നതാണ് ഈ സൊല്യൂഷൻ മാറാണ്ടായ കാരണം. ഇവിടെ ഇത് പ്ലസ് ആണ് കേട്ടോ. അപ്പോൾ ഇമാജിനറി റൂട്ടാണ് വരിക, ഇവിടെ റിയൽ റൂട്ടാണ് വരിക. ഓക്കെ, ഇങ്ങനെയാണ്. ഓക്കെ, ഈ രീതിയിൽ. ഇനി ഈ വേവ് ഫംഗ്ഷൻ നമ്മൾ ഓക്കെ, അതായത് പാർട്ടിക്കിൾ എന്ത് ചെയ്യും, ഇവിടെ ഒന്നുകൂടെ ആയിരിക്കാണ് ഈ സ്റ്റെപ്പിൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്ന് തട്ടിയിട്ട് ഇങ്ങനെ പോയി തട്ടും. ഇത് ഇൻസിഡൻറ്റ് വേവ് എന്ന് പറഞ്ഞാൽ e⁻ik1x എന്ന് പറഞ്ഞ വേവ്. ഇനി ഇവിടെ തട്ടി എന്ത് ചെയ്യും, കുറച്ച് പ്രാവശ്യം ചിലപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വരും. അതാണ് e⁻ik1x എന്ന് പറഞ്ഞത്. അപ്പോൾ റീജിയൻ 1ൻ്റെ വേവ് ഫംഗ്ഷൻ ഓക്കെയാണ്. ഇനി റീജിയൻ 2ൻ്റെ വേവ് ഫംഗ്ഷൻ നോക്കൂ. ഇത് ഇൻ കേസ് ഇത് ട്രാൻസ്മിറ്റ് ചെയ്തെന്ന് കരുതുക, അപ്പോൾ ഇങ്ങോട്ടല്ലേ പോവുക അല്ലേ, ഇങ്ങനെയല്ലേ പോവുക എന്ന് പറഞ്ഞാൽ ടുവാർഡ്സ് x = ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ പോയിന്റിലേക്ക്, പോസിറ്റീവ് എക്സിലേക്കാണ് പോകുന്നത് അല്ലേ. അപ്പോൾ x = ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ പോയിന്റിൽ ഇതിനകത്ത് എന്താ സംഭവിക്കുക, ഇവിടെ ψ2 = c⁻k2x എന്നുള്ളത് e⁻∞ ആവും. അപ്പോൾ ഇത് 0 ആവും, പക്ഷേ ഇതെന്താവും, 0 ആവില്ല അല്ലേ. x = ഇൻഫിനിറ്റി ഇട്ട് കൊടുത്താൽ de⁻k3x എന്ന് പറഞ്ഞ ടേം എന്താവും, de⁻∞ ആവും. e⁻∞ എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിയാണ്. അപ്പം വേവ് ഫംഗ്ഷന് ഇൻഫിനിറ്റി വാല്യൂ വരും. അതുകൊണ്ട് ഈ ടേം എന്താണ്, വാലിഡ് അല്ല അല്ലേ, d = 0. കാരണം എന്താണ്, സിൻസ് x tends to infinity e⁻k3x tends to infinity. അതുകൊണ്ട് നമ്മൾ d = 0 ഇട്ട് കൊടുക്കും. അതുകൊണ്ട് നമ്മുടെ ψ2 = c⁻k2x എന്ന് പറഞ്ഞ ടേം മാത്രമേ അവിടെ എന്താവുള്ളൂ, വാലിഡ് ആവുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, ഇതിന് ബൗണ്ടറി കണ്ടീഷൻസ് ഒക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് സോൾവ് ചെയ്യും അല്ലേ. എന്താണ് ബൗണ്ടറി കണ്ടീഷൻ, ഇത് x = 0 എന്ന് പറഞ്ഞ പോയിൻ്റാണ്. ഇവിടെ വരുമ്പം വേവ് ഫംഗ്ഷൻ ψ1 ഷുഡ് ബി ഈക്വൽ ടു ψ2. അതുപോലെ x = 0 എന്ന് പറഞ്ഞ പോയിന്റിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് വേവ് ഫംഗ്ഷൻ ഷുഡ് ബി ഈക്വൽ.
അങ്ങനെ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് B/A ഈസ് ഈക്വൽ ടു എന്താ കിട്ടുക, K1 മൈനസ് IK2 ബൈ K1 പ്ലസ് IK2 സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, B/A എന്നുള്ളത് അങ്ങനെ കിട്ടും. അതുപോലെ C/A എന്നുള്ളത് ബൗണ്ടറി കണ്ടീഷൻസ് ഒക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം കേട്ടോ, C/A എന്നുള്ളത് 2K1 ബൈ K1 പ്ലസ് IK2 എന്ന് കിട്ടും. ഓക്കെ, എന്നിട്ട് നമ്മൾ റിഫ്ലക്ഷൻ കോഎഫിഷ്യൻറ്റ് അതുപോലെ ട്രാൻസ്മിഷൻ കോഎഫിഷ്യൻ്റ് കാണാം. റിഫ്ലക്ഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ B/A സ്ക്വയർ ആണ്, മോഡ് B/A സ്ക്വയർ ആണ് അല്ലേ, എന്ന് പറഞ്ഞാൽ ഇതിനെ സ്ക്വയർ ചെയ്യാം അല്ലേ. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, ഇതിനെ ഇങ്ങനെ കിട്ടുക. അപ്പം ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ടേം എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്ക്വയറിൽ കേട്ടോ, ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 1 ആണ്. റിഫ്ലക്ഷൻ കോഎഫിഷ്യൻറ്റ് 1 കിട്ടും. ഓക്കെ, ഇനി ഇവിടെ C² ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, ഇതിനകത്ത് നമ്മൾ ട്രാൻസ്മിഷൻ കോഎഫിഷ്യൻറ്റ് കാണാൻ നോക്കുകയാണെന്ന് വെച്ചാൽ C² ഈക്വൽ ടു A² ഇൻറ്റു സ്ക്വയർ ചെയ്യുക 4K1 ബൈ K1 പ്ലസ് K2 സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഈ രീതിയിലാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനൊരു റിസൾട്ട് ഉണ്ടായതുകൊണ്ട് അല്ലേ, റീജിയൻ 2ൽ വേവ് ഫംഗ്ഷന് ഒരു വാല്യൂ ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ. റീജിയൻ 2ൽ വേവ് ഫംഗ്ഷന് ഒരു വാല്യൂ ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ആ കേസിൽ നമുക്ക് ഇങ്ങനെയാണ് പറയാൻ പറ്റുക അല്ലേ. അതായത് നമ്മൾ E>V0 എന്ന് പറഞ്ഞ കേസിൽ പാർട്ടിക്കിൾ ഇങ്ങനെ വന്നിട്ട് ഇടത്ത് ഷോർട്ടർ വേവ് ലെങ്ത് ആണ്, ഇങ്ങോട്ട് വരുമ്പോൾ വേവ് ലെങ്ത് കൂടുന്നു അല്ലേ, ഇവിടെ ചെറിയ വേവ് ലെങ്ത് ആണ് അല്ലേ. എന്ന് പറഞ്ഞാൽ E>V0 എന്ന് പറഞ്ഞാൽ ബാരിയറിനേക്കാളും പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ കൂളായിട്ട് അത് അങ്ങോട്ട് പോകും അല്ലേ, ട്രാൻസ്മിറ്റ് ചെയ്ത് അങ്ങോട്ട് പോകും. ഇനി <0 എന്ന് പറഞ്ഞ കേസിൽ എന്ത് ചെയ്യും, ഇങ്ങനെ പോയിട്ട് ഒരു പോർഷൻ അങ്ങോട്ട് പോവും, അത് ചെറിയൊരു പോർഷൻ എന്ത് ചെയ്യാം, ഇങ്ങോട്ടും റിഫ്ലക്റ്റ് ചെയ്ത് വരാം. പക്ഷേ ദർ ഈസ് എ പ്രോബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ പാർട്ടിക്കിൾ ഇൻ റീജിയൻ 2 അല്ലേ. റീജിയൻ 2ൽ ആ ഒരു പാർട്ടിക്കിളിനെ കാണാനുള്ള ഒരു പ്രോബബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അത്ര മാത്രമാണ് ഇതിനുള്ള കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഫൈൻ. ഇനി അടുത്ത കേസാണ് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് അല്ലെങ്കിൽ പെനട്രേഷൻ ഓഫ് എ ബാരിയർ എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം പഠിച്ച കേസിൽ എന്തായിരുന്നു, പാർട്ടിക്കിൾ ഒരു ഇൻഫൈനൈറ്റ് വെല്ലിനകത്തായിരുന്നു. രണ്ടാമത് പഠിച്ച കേസിൽ ഒരു സ്റ്റെപ്പ് പൊട്ടൻഷ്യലാണ് അല്ലേ, പാർട്ടിക്കിൾ ഇങ്ങനെ വരുന്നതിൻ്റെ വഴിക്ക് ഒരു ഇൻഫിനിറ്റ് ബാരിയർ വന്നു അല്ലേ. ഇവിടെയൊക്കെ എന്താണ് പൊട്ടൻഷ്യൽ V0 ആണ്. ഇനി അടുത്ത കേസ് നമ്മൾ പാർട്ടിക്കിൾ ഇങ്ങനെ വന്നിട്ട് ഒരു ഫൈനൈറ്റ് വിടുത്തുള്ള ബാരിയർ വന്നു അല്ലേ. അപ്പോഴുണ്ടാകുന്ന ബിഹേവിയർ എങ്ങനെയാണെന്നുള്ളതാണ്. ഇത് നമ്മൾ ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് എന്നുള്ള പോർഷനിൽ നമ്മൾ വിശദമായിട്ട് പഠിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് 3 റീജിയൻ ഉണ്ട്. ഇവിടെ വേവ് ഫങ്ഷൻസ് ഒന്നും നമ്മളിപ്പം ഒബ്റ്റെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല കേട്ടോ. ഇത് റീജിയൻ 1, അതുപോലെ ഇത് റീജിയൻ 2, ഇത് റീജിയൻ 3 അല്ലേ. ഇതിനെ 3ൻ്റെയും ഷ്രോഡിംഗേഴ്സ് ഇക്വേഷൻ കൊടുക്കുക, വേവ് ഫങ്ഷൻ കണ്ടെത്തുക, ഓക്കെ, സോൾവ് ചെയ്യുക, ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുക. അങ്ങനെയൊക്കെ നമ്മൾ പിന്നെ മുമ്പ് ചെയ്തതാണ്. നിങ്ങൾക്ക് വിശദമായി പഠിക്കണമെങ്കിൽ നിങ്ങൾ പിന്നെ 5th സെം ക്വാണ്ടം മെക്കാനിക്സ് റെഫർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുമ്പം ഇവിടെ വേവ് ഫംഗ്ഷൻ ഇവിടെ ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി റീജിയൻ 3ൽ ഒരു വേവിന് സാധ്യത കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈ എന്താണ് എനർജി <V0, അതായത് ഈ ബാരിയറിനേക്കാളും എനർജി കുറഞ്ഞൊരു പാർട്ടിക്കിൾ ഇതിനെ ടണൽ ചെയ്തുകൊണ്ട് അപ്പുറത്തെത്താനുള്ള ഒരു പ്രോബിലിറ്റി ഉണ്ട്. ആൻഡ് ദാറ്റ് ട്രാൻസ്മിഷൻ പ്രോബിലിറ്റി T വാസ് ഒബ്റ്റെയിൻഡ് ആസ് e⁻²K2L വേർ L ഈസ് ദ ഈ D ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണെന്ന് വെച്ചാൽ D e⁻²K2D. ഓക്കെ, ഇവിടെ L ആയിരുന്നെങ്കിൽ e⁻²K2L അല്ലേ. ഇങ്ങനെയൊരു ട്രാൻസ്മിഷൻ പ്രോബബിലിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഇതിനാണ് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് എന്ന് പറഞ്ഞിരുന്നത്. ഓക്കെ, അതായത് ഇങ്ങനെയൊരു ബാരിയർ നടക്കു വന്നു കഴിഞ്ഞാൽ ഷ്രോഡിംഗേഴ്സ് ഇക്വേഷൻ റീജിയൻ 1നും 2നും 3ക്കും അപ്ലൈ ചെയ്തിട്ട് നമ്മൾ x=0 എന്ന് പറഞ്ഞ പോയിന്റിൽ ψ1 = ψ2 അല്ലേ, x=D എന്ന് പറഞ്ഞ പോയിന്റിൽ ψ2 = ψ3. ഇങ്ങനെ നല്ല ബൗണ്ടറി കണ്ടീഷൻസ് ഒക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ട്രാൻസ്മിഷൻ പ്രോബിലിറ്റി T e⁻²K2L അല്ലേ. ഇതിനെയാണ് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് എന്ന് പറഞ്ഞിരുന്നത് അല്ലേ. ഇനി ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് STM എന്ന് പറയുന്നത്, സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പ്. സ്കാനിങ്
ടണലിംഗ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. അത്രയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷനായിട്ട് നാനോ ടെക്നോളജിക്കകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ടണലിങ്. ഇനി നമുക്ക് പഠിക്കാനുള്ള എന്താണ്? പൊട്ടൻഷ്യൽ ബോക്സ്, ട്രാപ്പ്ഡ് പാർട്ടിക്കിളിനെ 3D അല്ലേ, നാനോ ഡോട്ട് എന്നാ പറയാം. ഈ പേര് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് നാനോ ഡോട്ട് എന്നാണ് പറയുന്നത് കേട്ടോ. ഇവിടെ എന്താണ് ചെയ്യുന്നത്? പാർട്ടിക്കിൾ ഈസ് ട്രാപ്പ്ഡ് ഇൻ 3D അല്ലേ. അതായത് നമ്മളിവിടെ എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഈ ഒരു പാർട്ടിക്കിൾ ഇവിടെ ട്രാപ്പായിട്ടുണ്ട് ഒരു ബോക്സിനകത്ത്. അതായത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു 3 ഡയമെൻഷണൽ ബോക്സാണ്. ഇനി ഈ ഷ്രോഡിംഗേഴ്സ് ഇക്വേഷന് ഭയങ്കര ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെ ശരിക്കും എന്താണ്? psi ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ആൻഡ് സെഡ് അല്ലേ. വേവ് ഫംഗ്ഷൻ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ആൻഡ് സെഡ് അല്ലേ. എക്സിലും വൈയിലും സെഡിലും എന്തുണ്ട്? ബോക്സ് ഉണ്ട്. ഇവിടെ നോക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് പൊട്ടൻഷ്യൽ 0 ആണ് അല്ലേ. പുറത്ത് ഇൻഫിനിറ്റി, ഇവിടെ ഇൻഫിനിറ്റി, ഓക്കെ ഇൻഫിനിറ്റിയാണ്. ഓക്കെ, ഇങ്ങനത്തെ ഒരു ബോക്സിനകത്ത് പാർട്ടിക്കിൾ ട്രാപ്പായി കഴിഞ്ഞാൽ അവിടെ ഉപയോഗിക്കുന്ന ഷ്രോഡിംഗേഴ്സ് ഇക്വേഷൻ എന്താവും? സാധാരണ ഫോർമുല അല്ലേ. അതായത് d² psi ബൈ dx² എന്നുള്ളത് എന്താവും? ഡെൽ സ്ക്വയർ സൈ അല്ലേ, പ്ലസ് 2m ബൈ h² ഇൻറ്റു ഇ മൈനസ് വി സൈ ഈക്വൽ ടു 0 എന്നാവും. വേർ ഡെൽ സ്ക്വയർ ഈസ് ഡോ സ്ക്വയർ ബൈ ഡോ x² പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ y² പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ z² അല്ലേ. ഇത് z ആണ്. ഓക്കെ, ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് 3 ഡയമെൻഷണൽ ഷ്രോഡിംഗേഴ്സ് ഇക്വേഷൻ. ഇതിങ്ങനെ വരും. ഇനി എക്സിൻ്റെയും വൈൻ്റെയും ഫംഗ്ഷൻ സെഡിൻ്റെയും ഫംഗ്ഷൻ ആയാൽ നമുക്ക് 3 ഡയമെൻഷണൽ പ്രോബ്ലത്തിനെ 3 1 ഡയമെൻഷണൽ പ്രോബ്ലമായിട്ട് ഇതിനെ നമുക്ക് ചുരുക്കാൻ പറ്റും. അങ്ങനെ ഒരു പ്രത്യേകത ഇതിനുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഷ്രോഡിംഗേഴ്സ് ഇക്വേഷൻ സാധാരണ പോലെ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇതിനകത്ത് ഷ്രോഡിംഗേഴ്സ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം, എന്നിട്ട് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നിട്ട് ഇക്വേറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെ നമ്മൾ സോൾവ് ചെയ്താൽ ആ സൊല്യൂഷൻ കാണുന്നതൊന്നും നമുക്ക് പഠിക്കാനില്ല. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വേവ് ഫംഗ്ഷൻ ഇതാണ്. ഈ വേവ് ഫംഗ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 1 ഡയമെൻഷണൽ ബോക്സ് ആയിട്ട് നല്ലൊരു സാമ്യത കാണാൻ പറ്റും. അതായത് ഇവിടെ സൈ എൻ ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞാൽ കിട്ടുന്നത് ശരിക്കും എന്താണെന്നറിയോ? √2/L. 1 ഡയമെൻഷണൽ ബോക്സിന് എന്താ? സൈൻ എൻ പൈ എക്സ് ബൈ എൽ അല്ലായിരുന്നോ? ഇവിടെ സൈൻ എൻ എക്സ് പൈ എക്സ് ബൈ എൽ എക്സ് എന്ന് വരും. വേർ എൽ എക്സ് ഈസ് ദ ലെങ്ത് അലോങ് എക്സ് ആക്സിസ് ഇൻറ്റു √2/L സൈൻ എൻ വൈ പൈ വൈ എൽ ബൈ എൽ വൈ എന്ന് വരും കേട്ടോ. ഈ എൻ വൈ ഇതിലത്തെ ഒരു വൈ സഫിക്സ് ആണ്, മറ്റേ ഈ വൈ ക്യാപിറ്റൽ വൈ ആണ് കേട്ടോ, വലിയ വൈ ആണ്. ഇനി ബാക്കി എന്ത് വരും? കറസ്പോണ്ടിങ് ടു സെഡ് √2 ഇവിടെ എൽ എക്സ് എൽ വൈ എൽ സെഡ് സൈൻ എൻ സെഡ് പൈ സെഡ് ബൈ എൽ സെഡ് എന്ന് വരും. ഇതിനെ 3 മൾട്ടിപ്ലൈ ചെയ്ത സാധനമാണ് ഇത്, മനസ്സിലായോ? അതായത് വെൻ എൽ എക്സ് ഈക്വൽ ടു എൽ വൈ ഈക്വൽ ടു എൽ സെഡ് ഈക്വൽ ടു എൽ എന്ന് പറഞ്ഞാൽ ഒരു ക്യൂബിക്കൽ ബോക്സ് ആണ് എഴുതുക. എക്സിലും വൈയിലും സെഡിലും അതിൻ്റെ വാല്യൂ എല്ലാന്ന് എഴുതുക എന്ന് പറഞ്ഞാൽ ക്യൂബിക്കൽ ബോക്സ്. അങ്ങനെ ആകുമ്പോൾ √2/Lx ഇൻറ്റു √2/Lx ഇൻറ്റു √2/Lx അല്ലെ, √2/L ഹോൾ റൈസ് ടു 3 എന്ന് പറഞ്ഞാൽ 2/L ഹോൾ റൈസ് ടു 3/2. പിന്നെ സൈൻ എൻ പൈ എക്സ് ബൈ എൽ അല്ലേ, എൻ എക്സ് സൈൻ എൻ വൈ പൈ വൈ ബൈ എൽ സൈൻ എൻ സെഡ് പൈ സെഡ് ബൈ എൽ എന്ന് വരും അല്ലേ. അതുപോലെ തന്നെ എനർജിയും വരും അല്ലേ. എനർജി നമ്മുടെ ജനറൽ ഫോർമുല എന്താ? ഇ എൻ ഈക്വൽ ടു എൻ സ്ക്വയർ പൈ സ്ക്വയർ h² ബൈ 2ml² അല്ലേ. ഇനി ഈ ടെക്സ്റ്റിനകത്ത് നാനോ ടെക്സ്റ്റിനകത്ത് h× എന്ന് പറഞ്ഞാൽ എന്താണ്? h/2 അല്ലേ അല്ലേ. h× എന്ന് പറഞ്ഞാൽ h/2π അല്ലേ, അതങ്ങനെ എടുത്തിട്ടുണ്ട് ഇവിടെ കേട്ടോ. h× എന്ന് പറഞ്ഞാൽ h/2π. അപ്പോൾ h² എന്ന് പറഞ്ഞാൽ എന്ത് വരും? h²/4π² എന്ന് വരും. അതിട്ടുകൊണ്ടാണ് ഇവിടെ 8ml² വരുന്നത്. ഇവിടെ പൈ കാണാനും ഇല്ലല്ലോ, അപ്പം ഈ π² ആ π² വെട്ടിപ്പോയിട്ടാണിത്. അപ്പോൾ നമുക്ക് ഈ നമ്മൾ പഠിച്ച ഫോർമുല ഇതാണല്ലോ, അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഈ എനർജിക്ക് ഇവിടെ ഞാൻ ചെറിയൊരു മാറ്റം വരുത്താണ്. ഈ കോഎഫിഷ്യൻറ്റിനെ മാറ്റിയിട്ട് h² π² 2ml² ആക്കുക കേട്ടോ. ഈ ബോക്സിനകത്ത് സ്ക്വയർ ബ്രാക്കറ്റിനകത്തുള്ള ആളെ മാറ്റിയിട്ട് h² π² 2ml² ആക്കുക. ഇനി 3 ഡയമെൻഷണൽ ബോക്സ് ആകുമ്പോൾ ഈ n² എന്നുള്ള എന്തായി മാറും? nx² പ്ലസ് ny² പ്ലസ് nz² ആവും. വേറൊരു മാറ്റമല്ല. ബാക്കി π² h² 2ml² അല്ലേ, ഇതാണ് അല്ലേ. ഈ രീതിയിലാണ് വരിക. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നാനോ ഡോട്ട് എന്ന് പറയുന്നത് അല്ലേ. പാർട്ടിക്കിൾ ട്രാപ്ഡിൻ്റെ 3 ഡയമെൻഷണൽ ബോക്സ്. ഇനി ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണത്? അവിടെ ഡീജനറസി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അല്ലേ. ഡീജനറസി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത്
ഇതിനകത്ത് ഇപ്പോൾ n=1 ആണല്ലോ, n=1 2 3 എക്സെട്ര ആണല്ലോ. ഇനി ഇവിടെ അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? nx=1, ny=1, nz=1 ഇതാണുള്ള ഗ്രൗണ്ട് സ്റ്റേറ്റ്. അതുകൊണ്ട് അതിനെ E11 എന്ന് വിളിച്ചു അല്ലേ. അപ്പോൾ nx=ny=nz=1 എന്ന് പറഞ്ഞാൽ അവിടെ ഇക്വേഷൻ്റെ വാല്യൂ എന്ത് വരിക? ഞാൻ എനർജി വീണ്ടും നമ്മുടെ ഫോർമുല ഇതാണ്. എന്താണ്? h² π²/2ml² ഇൻറ്റു nx² പ്ലസ് ny² പ്ലസ് nz² അല്ലേ. ഇവിടെ 3ഉം 1ഉം ഒന്ന് കൊടുത്ത് എന്താ വരും? 1 + 1 + 1 എന്ന് പറഞ്ഞാൽ 3. അപ്പോൾ h² π²/2ml² ഇൻറ്റു 3 എന്ന് വരും ആണല്ലോ. ഇനി അടുത്ത കേസ് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താവും? nx=2 ആവും, ny 1 ആവും, nz 1 ആവും. 211 ആണ് ഈ 211 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. ഇനി ഈ 211ഉം ഈ 121ഉം ഈ 112ഉം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? അടുത്ത കേസിൽ ഇത് 1 ആവും, ഇത് 2 ആവും, ഇത് 1 ആവും. അടുത്ത കേസിൽ ഇത് 1 ആവും, ഇത് 1 ആവും, ഇത് 2 ആവും. ഈ 3 വാല്യൂസ് ഇട്ട് കൊടുത്താലും എനർജി സെയിം ആണ് അല്ലേ. ഇതിനെയാണ് നമ്മൾ ഡീജനറസി എന്ന് പറഞ്ഞാൽ അല്ലേ. ഇത് 3 ലെവൽസാണ്. all 3 levels are having the same energy. അതായത് corresponding to quantum numbers nx, ny, nz, the quantities 211, 121 and 112, all the levels have same energy. അതിനെയാണ് നമ്മൾ ഡീജനറസി എന്ന് പറയാം അല്ലേ. ദ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ദാറ്റ് ഹാവ് ദ സെയിം എനർജി ഈസ് കാൾഡ് ഡീജനറസി ഓഫ് ദാറ്റ് എനർജി ലെവൽ അല്ലേ. അതുകൊണ്ട് ഇവിടെ എന്താണ്? ഇവിടെ ഡീജനറസി ഉണ്ട് അല്ലേ. ഇവിടെ ഇനി ഈ 3 കോമ്പിനേഷനും എന്താണ്? എനർജി സെയിം ആണ്. അതുകൊണ്ട് ഇത് 3-fold ഡീജനറേറ്റ് എന്ന് പറയും കേട്ടോ. 3-fold ഡീജനറേറ്റ് എന്ന് പറയും. ഓക്കെ, 3 ലെവൽസിന് ഒരേ എനർജി ആയതുകൊണ്ട് 3-fold ഡീജനറേറ്റ് എന്ന് പറയും കേട്ടോ. അതിനെയാണ് ഡീജനറസി എന്ന് പറയുക. ഒന്നുമില്ല, ഈ ഇക്വേഷനകത്ത് നമ്മൾ nx-ന് 1, ഇതിന് 2, ഇതിന് 1, അതുപോലെ ഇതിന് 2, ഇതിന് 1, ഇതിന് 1, അതുപോലെ ഇതിന് 1, ഇതിന് 1, ഇതിന് 2, അങ്ങനെ ഏത് കോമ്പിനേഷൻ കൊടുത്താലും എനർജി സെയിമാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ 3 പർട്ടിക്കുലർ ലെവലിന് സെയിം എനർജി വരുന്നു. അത്തരം ഒരേപോലുള്ള എനർജി ഉള്ള ഡിഫറെൻറ്റ് ലെവൽസിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഡീജനറേറ്റ് എനർജി സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് 3D ബോക്സിൽ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം. ഇനി അടുത്ത നമുക്കറിയാം 2D പ്ലെയിൻ, ഇലക്ട്രോൺ ട്രാപ്ഡ് ഇൻ എ 2D പ്ലെയിൻ. ആദ്യം നമ്മൾ പഠിച്ച ഇലക്ട്രോൺ ട്രാപ്ഡ് ഇൻ 3D ആണ്. ഇനി ഇലക്ട്രോൺ ട്രാപ്ഡ് ഇൻ 2D പ്ലെയിൻ. ഇനി നമ്മൾ നാനോ ഷീറ്റ് എന്ന് പറയാം. നേരത്തെ നമ്മൾ പറഞ്ഞത് നാനോ ഡോട്ട് എന്നാണ്, മറക്കരുത്. ഓക്കെ, ഇനി ഇവിടെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എന്താണ് ഇവിടെ ചെയ്യുന്നത്? ദ പാർട്ടിക്കിൾ ഈസ് കൺഫൈൻഡ് ഇൻ 1 dimension. The particle is confined in 1 dimension, say along z direction to a very small thickness t. Z ഡയറക്ഷനിൽ ഈ പാർട്ടിക്കിളിനെ ടി തിക്നെസ് മാത്രമേ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഇറ്റ് ഈസ് ഫ്രീ ടു മൂവ് അലോങ് എക്സ് ആൻഡ് വൈ ഡയറക്ഷൻ കേട്ടോ. Z ഡയറക്ഷനിൽ ടി തിക്നെസ് മാത്രമേ ഇതിന് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. എക്സിലും വൈയിലും എങ്ങോട്ടും നീങ്ങാം. അപ്പോൾ ഇതൊരു ഷീറ്റ് അല്ലേ. സാധാരണ ഒരു ഷീറ്റ് അങ്ങനെയല്ലേ, ചെറിയ തിക്നെസ്സും നല്ല പരന്നും അല്ലേ. ഇതാണ് ഷീറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ നാനോ ഷീറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം സ്മാൾ തിക്നെസ് ടി. അത്തരം കേസിൽ നമ്മൾ ഇതേപോലെ ശ്രോഡിംഗേഴ്സ് ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേവ് ഫംഗ്ഷൻ കിട്ടുന്നത് എന്താണ്? സൈൻ ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു √2/t ആണ് അല്ലേ. √2/t സൈൻ nz pi z by t into e raised to ikx into x e raised to iky into y. ഓക്കെ, ഇങ്ങനെയാണ് വേവ് ഫംഗ്ഷൻ കിട്ടുക. എന്താ കിട്ടുക? √2/L വരെ √2/t ഇൻറ്റു സൈൻ n pi z by t. സെഡിൻ്റെ കമ്പൗണ്ട് ഇവിടെ ഇതൊരു ശരിക്കും ഇത്രയും ഭാഗം 1 dimensional ബോക്സിൻ്റെ അതേപോലെ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഈ ക്വാണ്ടിറ്റിയോ e raised to ikx into x e raised to iky into y എന്ന് വരും അല്ലേ. ആൻഡ് എനർജി ബിക്കംസ് സെഡിലുള്ള 1 dimensional ബോക്സ് പോലെ. അപ്പോൾ nz² π²x²/2ml². ഇവിടെ 2mt² ആക്കിയാൽ മതി. 8ൻ്റെ ടേംസിലും മറ്റിൻ്റെ ടേംസിലും ആക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല. ഇനി വരെ നിങ്ങൾക്ക് h² π²/2mt² എന്ന് എഴുതാം, ഈ ബ്രാക്കറ്റിലിട്ട ടേമിന് വരും. ഇൻറ്റു nz² എന്ന് പറഞ്ഞാൽ 1 dimensional ബോക്സിൻ്റെ പൊട്ടൻഷ്യലായി. ഇനി h² kx²/2m അത് എക്സ് ഡയറക്ഷനിലുള്ള കൈനറ്റിക് എനർജി പ്ലസ് h² ky²/2m എന്ന് പറയുന്നത് y ഡയറക്ഷനിലുള്ള കൈനറ്റിക് എനർജി. ഇതിനെയാണ് നമ്മൾ നാനോ ഷീറ്റ് അല്ലെങ്കിൽ 2D പ്ലെയിൻ എന്ന് പറയുന്നത്. ഇലക്ട്രോൺ ട്രാപ്ഡിനെ 2D പ്ലെയിൻ എന്ന് പറയുന്നത്. ഇനി അടുത്തപ്പോൾ എന്താവും? നാനോ വയർ അല്ലേ. ഇലക്ട്രോൺസ് മൂവിങ് ഇൻ 1 dimension. നാനോ വയർ അല്ലെങ്കിൽ നാനോ റോഡ് അല്ലെങ്കിൽ നാനോ ബെൽറ്റ് അല്ലേ. ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ
3Dയിൽ എന്തായിരുന്നു? പാർട്ടിക്കിൾസ് ആർ ഫ്രീ ടു മൂവ് ഇൻ ആൾ 3 ഡയറക്ഷൻ. 2Dയിൽ പാർട്ടിക്കിൾസ് ആർ റെസ്ട്രിക്റ്റഡ് ഇൻ 1 ഡയമെൻഷൻ അല്ലേ. സെഡിൽ റെസ്ട്രിക്റ്റ് ചെയ്തു, എക്സിലും വൈയിലും മൂവ് ചെയ്യുക, അപ്പോൾ ഷീറ്റായി. ഇനി ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ നമ്മൾ എന്ത് ചോദിച്ചാൽ രണ്ടിലും എക്സിലും വൈയിലും നമ്മൾ എന്ത് ചെയ്യും? റെസ്ട്രിക്റ്റ് ചെയ്യും. സെഡിൽ ഫ്രീ ആക്കും. അപ്പോൾ ഒരു ഡയമെൻഷനിൽ മാത്രം മൂവ് ചെയ്യാം. അപ്പോൾ ഒരു വയറ് പോലെ അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ അതായത് ചിത്രം ഇവിടെ ഉണ്ടല്ലോ അല്ലേ, ഇങ്ങനെ. അപ്പം ഇവിടെ എന്താണ്? കാരിയേഴ്സ് ആർ കൺഫൈൻഡ് ഇൻ ബോത്ത് ഡയറക്ഷൻ. സേ ഇവിടെ നമ്മൾ വൈയിലും സെഡിലും കൺഫൈൻ ചെയ്തു അല്ലേ, ടു എ സ്മാൾ ഡയമെൻഷൻ ടി. വൈയിലും സെഡിലും ടി ഡിസ്റ്റൻസ് മൂവ് ചെയ്യാം. ഇനി ഇറ്റ് ഈസ് ഫ്രീ ടു മൂവ് അലോങ് ദി എക്സ് ആക്സിസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേവ് ഫംഗ്ഷൻ കിട്ടുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയാണ് അല്ലേ. ഇത്രയും ഭാഗം നോക്കൂ, ഇതൊരു 2 ഡയമെൻഷണൽ ബോക്സ് പോലെ ഉണ്ട് അല്ലേ. അതായത് ഒന്നിന് √2/t അല്ലേ, √2/t sin ny πy/t. അടുത്തതിന് √2/t ഇൻറ്റു sin nz πz/t. ഈ √2/t മൾട്ടിപ്ലൈ ചെയ്ത് 2/t കിട്ടി അല്ലേ, 2/t കിട്ടി. അപ്പോൾ sin ഓഫ് xyz ഈസ് ഈക്വൽ ടു 2/t sin ny πy/t ഇൻറ്റു sin nz πz/t ഇൻറ്റു e⁻i⁻kxx എന്ന് വരും, കറസ്പോണ്ടിങ് ടു എക്സ്. ഇറ്റ് ഈസ് ഫ്രീ ടു മൂവ് അലോങ് എക്സ് ഡയറക്ഷൻ. ഇനി അതിൻ്റെ എനർജി എന്ത് വരും? h²2π²/2md² ഇൻറ്റു 2mt² ഇൻറ്റു ny² പ്ലസ് nz² ഇൻറ്റു പ്ലസ് എക്സിലുള്ള കൈനറ്റിക് എനർജി h²kx²/2m എന്ന് വരും. അതിലൊന്നും കൺഫ്യൂഷൻ ഇല്ലല്ലോ. നമ്മൾ 3 ഡയമെൻഷനുള്ളത് എന്തായി? 2 ഡയമെൻഷനായി അല്ലേ. h²2π²/2mt² ഇൻറ്റു ny² പ്ലസ് nz² എന്ന് വരും അല്ലേ. 3Dയിൽ എന്തായിരുന്നു? nx² പ്ലസ് ny² പ്ലസ് nz² അല്ലേ. ഇവിടെ എന്താണ്? പാർട്ടിക്കിൾ ഈസ് റെസ്ട്രിക്റ്റഡ് അലോങ് എക്സ് ഡയറക്ഷൻ. അത് ഇത് കട്ട് ചെയ്യുക, ബാക്കി എന്താ വരിക? ny² പ്ലസ് nz², അതാണിത് അല്ലേ. പ്ലസ് എക്സ് ഡയറക്ഷനിൽ കൈനറ്റിക് എനർജി ഇങ്ങനെ വരും. ഇതിനാണ് നമ്മൾ നാനോ വയർ അല്ലെങ്കിൽ നാനോ റോഡ് അല്ലെങ്കിൽ നാനോ ബെൽറ്റ് എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഹൈഡ്രജൻ ആറ്റമാണ് അല്ലേ. നമുക്ക് ക്വാണ്ടം മെക്കാനിക്സ് വെച്ചിട്ട് എന്ത് ചെയ്യാം? ഷ്രോഡിംഗേഴ്സ് ഇക്വേഷൻ വെച്ചിട്ട് ഹൈഡ്രജൻ ആറ്റവും സോൾവ് ചെയ്യാം അല്ലേ. അവിടെ നമ്മുടെ ഷ്രോഡിംഗേഴ്സ് ഇക്വേഷൻ എന്താണ്? ∇² psi പ്ലസ് 2m/h² ഇൻറ്റു e മൈനസ് വി psi ഈക്വൽ ടു 0 ആണ് അല്ലേ. ഇവിടെ വി എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. എന്താണ്? -k ഇൻറ്റു ze²/r അല്ലേ. ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രോട്ടോൺ ഇവിടെ ഉണ്ട്, പുറത്തെന്തുണ്ട്? ഒരു ഇലക്ട്രോൺ ഉണ്ട്. ദേ ആർ സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ് ആർ. ഇവിടെ പൊട്ടൻഷ്യൽ എനർജി എന്താ? പ്രോട്ടോണിൻ്റെ ചാർജ് പ്ലസ് ഇ, ഇലക്ട്രോണിൻ്റെ ചാർജ് -e. അപ്പം 1/4πε0 ഇൻറ്റു ഇ ഇൻറ്റു -e/r അല്ലേ. അതിനാണ് ഇങ്ങനെ എഴുതിയിട്ടുള്ളത് -k. 1/4πε0 വരെ k എടുത്തു, അപ്പോൾ -kze²/r എന്ന് കൊടുത്തു. ഈ പൊട്ടൻഷ്യൽ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ 5th സെമ്മിൽ ചെയ്താണ്, ഹൈഡ്രജൻ ആറ്റം എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് ചെയ്താണ് അല്ലേ. ഇങ്ങനെ നമ്മൾ ∇² സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഉപയോഗിച്ചു അല്ലേ. അപ്പോൾ -h²2/2m ഇൻറ്റു 1/r²/r അതുപോലെ ഓരോ ടേം അല്ലേ ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യണമെങ്കിൽ എന്താണ്? സ്ഫെറിക്കൽ സിസ്റ്റത്തിൽ ലപ്ലേഷ്യൻ ഓപ്പറേറ്റർ അറിയണം. അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒന്ന് മറിച്ച് നോക്കുക. എന്നിട്ട് നമ്മൾ സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് പ്രകാരം psi ഓഫ് r θ φ ഈക്വൽ ടു r ഇൻറ്റു തീറ്റ ഇൻറ്റു ഫൈ. ഇതിൽ ആറിനെയും തീറ്റനെയും ഫൈനെയും ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് ഇറ്റ് ക്യാൻ ബി വേവ് ഫംഗ്ഷൻ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ദി പ്രൊഡക്റ്റ് ഓഫ് എ പാർട്ട് പ്യൂർലി ഡിപ്പെൻഡൻറ്റ് ഓൺ റേഡിയസ്, എ പാർട്ട് പ്യൂർലി ഡിപ്പെൻഡൻറ്റ് ഓൺ തീറ്റ ആൻഡ് എ പാർട്ട് പ്യൂർലി ഡിപ്പെൻഡൻറ്റ് ഓൺ ഫൈ. അങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്ത് സോൾവ് ചെയ്തു. എന്നിട്ട് നമുക്ക് കുറേ ക്വാണ്ടം നമ്പേഴ്സ് കിട്ടി അല്ലേ. ബൈ സോൾവിങ് ഷ്രോഡിംഗേഴ്സ് ഇക്വേഷൻ ദ സൊല്യൂഷൻസ് ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ബൈ ദി ക്വാണ്ടം സ്റ്റേറ്റ് അല്ലേ. സ്പെസിഫൈഡ് ബൈ ക്വാണ്ടം നമ്പർ n, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറയും. അതുപോലെ പിന്നെ ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ, അതുപോലെ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ഒക്കെ നമുക്ക് കിട്ടി. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂസ് 1, 2, 3 ആണ്. ഓർബിറ്റൽ ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂസ് 0, 1, 2, 3 എക്സെട്ര ടു n-1 ആണ്. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂസ് 0, +-1, +-2, 2 +-l ആണ്. അതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് അല്ലേ. ഇനി ക്വാണ്ടം നമ്പർ ഡിപ്പെൻഡൻസ് പ്രകാരം വേവ് ഫംഗ്ഷൻ നമുക്ക് ഈ രീതിയിൽ എഴുതാൻ പറ്റും. പഠിച്ച കാര്യങ്ങളായതുകൊണ്ടാണ് സ്പീഡിൽ പോകുന്നത്. ഓക്കെ, ഇനി ശേഷം നമുക്ക് എനർജി ബോർ മോഡൽ പ്രകാരം തന്നെ കിട്ടി. En = -z²/E0/n² അല്ലേ. ഇവിടെ E0 = 13.6 കൊടുത്തിട്ടുള്ളത്, കാരണം ഇവിടെ മൈനസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പഠിച്ച എങ്ങനെയായിരുന്നു? നമ്മൾ ബോർ മോഡൽ പഠിച്ച -me⁴/8ε02n²h² ആണ് അല്ലേ. ഇത് തന്നെയാണ് എന്ത് ഇവിടെ എനർജി അല്ലേ. ഇവിടെ
ഇ എൻ ഈസ് ഈക്വൽ ടു ഇങ്ങനെ കിട്ടിയത്. ഇവിടെ E1 എന്ന് പറഞ്ഞാൽ എന്താവും, n ഈക്വൽ ടു 1 ഇട്ട് കൊടുക്കും അല്ലേ. n ഈക്വൽ ടു 1 ആക്കിയാൽ -me⁴/8ε02² ഇതിൻ്റെ വാല്യൂ -13.6 ആണ് അല്ലേ. ഇങ്ങനെ വെച്ച് ചെയ്യാം. ഇവിടെ ഒരു മൈനസ് ഇട്ട് കൊടുത്തുകൊണ്ട് E0 നമ്മൾ പോസിറ്റീവ് ആക്കി എടുത്തു. ഓക്കെ, ഇനി ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ വേവ് ഫംഗ്ഷൻ എന്താ കിട്ടിയിരുന്നത്, ഇതാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ് വേവ് ഫംഗ്ഷൻ. ഇതെങ്കിലും പഠിക്കണം, ബാക്കിയൊന്നും നോക്കിയിട്ടില്ലേ കാര്യമില്ല, ഇതെങ്കിലും പഠിക്കണം. 1/√πa0³ × e⁻r/a0. ഞാനിവിടെ നിന്ന് എഴുതാം Psi100 NLml ആണ് ഇതിൻ്റെ അർത്ഥം കേട്ടോ. എന്താ വരിക, 1/√πa0³ × e⁻r/a0 എന്ന് വന്നു അല്ലേ. ഈ ഗ്രൗണ്ട് സ്റ്റേറ്റ് വേവ് ഫംഗ്ഷൻ എങ്കിലും പഠിക്കണം. ബാക്കിയൊക്കെ അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് ആവശ്യമില്ല നമുക്ക് കേട്ടോ. ഇവിടെ a0⁵3/2 എന്ന് എഴുതിയിട്ടില്ല, ഞാൻ ഉള്ളിലെടുത്തപ്പോൾ a³ എന്നാക്കി, a0³. വേറെ a0 ഈസ് ദ ബോർ റേഡിയസ്. ഇതാണ് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസ്. ഇനി നമുക്ക് പഠിക്കാനുള്ളൊരു കേസാണ് എക്സൈറ്റോൺസ്. ഈ ശ്രോഡിംഗേഴ്സ് ഇക്വേഷൻ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന മറ്റൊരു കേസാണ് എക്സൈറ്റോൺസ്. ഇത് നമ്മൾ ആദ്യം പറഞ്ഞാണ് ഫസ്റ്റ് പാർട്ടിൽ. എന്താ എക്സൈറ്റോൺസ് എന്ന് പറഞ്ഞാൽ, ദേ ആർ ബൗണ്ട് സ്റ്റേറ്റ്സ് ഓഫ് ഫോട്ടോ എക്സൈറ്റഡ് ആൻഡ് കൂളം കോറിലേറ്റഡ് ഇലക്ട്രോൺ ഹോൾ പെയർസ്. ഇലക്ട്രോണും ഹോളും ചേർന്നുണ്ടാവുന്ന ഇതുപോലെയുള്ള ബൗണ്ട് സ്റ്റേറ്റ്സിനെയാണ് നമ്മൾ എന്താ പറയുക, എക്സൈറ്റോൺസ് എന്ന് പറയാം അല്ലേ. ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് വിൽ റിവോൾവ് വിത്ത് റെസ്പെക്ട് ടു ഈച്ച് അതർ അല്ലേ. ദേ വിൽ റൊട്ടേറ്റ് അബൌട്ട് ദെയർ കോമൺ സെൻറ്റർ ഓഫ് മാസ് അല്ലേ. ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു സിസ്റ്റത്തിന് ഇതൊരു ആറ്റം പോലെ തന്നെയാണ്. ഇപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിനകത്ത് എന്താണ്, ഒരു പ്രോട്ടോണ്, ന്യൂക്ലിയസ്, പുറത്ത് ഒരു ഇലക്ട്രോണും, ഇതൊരു ആറ്റം സിസ്റ്റം അല്ലേ. അതുപോലെ ഒരു ഹോള് പോസിറ്റീവ് അല്ലേ, ഹോൾ എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ്, ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്. അപ്പം ദേ റിവോൾവ് അറൗണ്ട് ഈച്ച് അതർ പറഞ്ഞാൽ ഇതൊരു ബൗണ്ട് സിസ്റ്റം ആയില്ലേ, ഒരു ആറ്റം പോലെ ആയില്ലേ. ഇതിനെയാണ് നമ്മൾ എക്സൈറ്റോൺ എന്ന് പറയാം. ഓക്കെ, ദ ഇലക്ട്രോൺ ഹോൾ പെയർസ് വിൽ പ്രൊഡ്യൂസ്ഡ് വിൽ ഓർബിറ്റ് ഈച്ച് അതർ, അതിനെയാണ് നമ്മൾ എക്സൈറ്റോൺസ് എന്ന് പറയാം അല്ലേ. ഇനി ഇതിനെ നമുക്ക് ശ്രോഡിംഗേഴ്സ് ഇക്വേഷൻ വെച്ചിട്ട് സോൾവ് ചെയ്യാം. ഓക്കെ, ഇനി ദ വേവ് ഫംഗ്ഷൻ ഓഫ് ദ ബൗണ്ട് സ്റ്റേറ്റ് ഈസ് ഹൈഡ്രോജനിക്. വേവ് ഫംഗ്ഷൻ ഹൈഡ്രജനിൻ്റെ പോലെ തന്നെയാണ്, അതുകൊണ്ടാണ് ഹൈഡ്രോജനിക് എന്ന് പറഞ്ഞത്. ഇതിൻ്റെ വേവ് ഫംഗ്ഷൻ, എക്സൈറ്റോൺസിൻ്റെ വേവ് ഫംഗ്ഷനും ഹൈഡ്രജൻ പോലെ തന്നെയാണ്. ഹൗവർ ദ ബൈൻഡിങ് എനർജി ഈസ് സ്മാൾ. ബൈൻഡിങ് എനർജി ചെറുതായതുകൊണ്ട് സൈസ് ഈസ് ബിഗർ ദാൻ ഹൈഡ്രജൻ ആറ്റം. ഓക്കെ, ഇനി അതിൻ്റെ കേസിൽ നമുക്ക് ശ്രോഡിംഗേഴ്സ് ഇക്വേഷൻ ഈ രീതിയിലാണ് വരിക. ദ ശ്രോഡിംഗേഴ്സ് ഇക്വേഷൻ മസ്റ്റ് കണ്ടെയ്ൻ ടേംസ് ഇൻവോൾവിങ് ഫോർ ബോത്ത് ഇലക്ട്രോൺ ആൻഡ് ഹോൾ. ഇതിനകത്ത് 2 പാർട്ടിക്കിൾസ് ആയതുകൊണ്ട് ഒന്നിന് ഇലക്ട്രോണിനും ഒന്ന് ഹോളിനുമായിട്ട് സെപ്പറേറ്റ് നമ്മൾ ചെയ്യണം. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് വരിക ശ്രോഡിംഗേഴ്സ് ഇക്വേഷൻ അല്ലേ. h²2m × mh എന്ന് പറഞ്ഞാൽ ഹോളിൻ്റെ കേസ് അല്ലേ, ∇2h + h²2m ഇലക്ട്രോണിന് ∇2 psi - k ഇങ്ങനെ വരും. Re - RH എന്ന് പറയുന്നത് എന്താണ്, Re ആൻഡ് RH ആർ ദി പൊസിഷൻ വെക്ടേഴ്സ് ഓഫ് ഇലക്ട്രോൺ ആൻഡ് ഹോൾ വിത്ത് റെസ്പെക്ട് ടു ദ സെൻറ്റർ ഓഫ് മാസ് അല്ലേ. ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എക്സൈറ്റോൺ എന്താണെന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്, അത് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി 2 തരം എക്സൈറ്റോൺസ് ഉണ്ട്. അതിലൊന്നാണ് മോട്ട്വാനിയർ എക്സൈറ്റോൺ, ഒന്നാണ് ഫ്രെങ്കൽ എക്സൈറ്റോൺ. സിമ്പിളാണ്. ഡിപ്പെൻഡിങ് ഓൺ ദ മെറ്റീരിയൽസ് ഇൻ ക്വസ്റ്റ്യൻ ദർ ആർ 2 ടൈപ്സ് ഓഫ് എക്സൈറ്റോൺസ്. ഒന്ന്, ഇൻ സെമി കണ്ടക്ടേഴ്സ് ദ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഈസ് ലാർജ്. ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് ലാർജ് ആയിട്ടുണ്ടാകുമ്പോഴുള്ള എക്സൈറ്റോൺസ് ആണ് മോട്ട്വാനിയർ എക്സൈറ്റോൺ. ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് ലാർജ് ആയ എന്താ ചോദിച്ചാൽ, സ്ക്രീനിങ് ടെൻസ് ടു റെഡ്യൂസ് ദ കൂളംബ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഇലക്ട്രോൺസ് ആൻഡ് ഹോൾ. അതായത് ഇലക്ട്രോൺ ഇവിടെ ഉണ്ടെന്ന് കരുതുക, ഇത് ഇലക്ട്രോൺ ആണ്, ഇനി ഇവിടെ ഹോൾ ഉണ്ടെന്ന് കരുതുക. ഓക്കെ, ഇത് ഹോളാണ്. ഓക്കെ, ഇനി ഇത് ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് വലുതാന്ന് കരുതുക. ഇതിൻ്റെ കെ എന്ന് പറയുന്ന ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഈ ഒരു സെമി കണ്ടക്ടറിൻ്റെ കേസായിട്ടാണ് പറയണേ, അവിടെ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് വളരെ ഹൈ ആണെന്ന് കരുതുക. അങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിലൊക്കെ എന്തുണ്ടാവും, ഡൈഇലക്ട്രിക് മീഡിയം ഉണ്ടാവും. ഈ ഇലക്ട്രോണിൻ്റെയും ഹോളിൻ്റെയും ഗ്യാപ്പിൽ ഇവിടെ എന്തുണ്ടാവും, ഡൈഇലക്ട്രിക് മീഡിയം ഉണ്ടാവും. അതുകൊണ്ട് അവിടെ സ്ക്രീനിങ് എഫക്റ്റ് ഉണ്ടാവും. എന്താ സ്ക്രീനിങ് എഫക്റ്റ് പറഞ്ഞാൽ, ഇവർ തമ്മിലുള്ള ഇൻട്രാക്ഷനെ കുറക്കണ എഫക്റ്റ് അല്ലേ. ഉദാഹരണത്തിന് ഇവിടെ ഒരു Q1 എന്ന് പറഞ്ഞൊരു ചാർജും ഇവിടെ Q2 എന്ന് പറഞ്ഞൊരു ചാർജും ഉണ്ട് കരുതുക. ഇവർ തമ്മിൽ 1/4πε0 Q1Q2/r² എന്ന് പറഞ്ഞൊരു കൂളംബ് ഇൻട്രാക്ഷൻ ഉണ്ടായാലുണ്ട്. ഇതിൻ്റെ ഇടയിൽ നമ്മളൊരു മരക്കഷ്ണം കൊണ്ടുവന്നിട്ട് വരിക, അപ്പോൾ ആ ഇൻട്രാക്ഷൻ കുറയില്ലേ. അതുപോലെ അതിന് പകരം ഇവിടെ എന്താണ്, ഒരു ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് വെച്ചു, അപ്പോൾ അതിൻ്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് വാല്യൂ ലാർജാണ്, അപ്പോൾ സ്ക്രീനിങ് എഫക്റ്റ് കൂടും, അതുകൊണ്ട് കൂളംബിക് ഇൻട്രാക്ഷൻ കുറയും. അത്തരത്തിലുണ്ടാകുന്ന എക്സൈറ്റോൺസിനെ പറയുന്നതാണ് മോട്ട്വാനിയർ എക്സൈറ്റോൺ, വിച്ച് ഹാസ് റേഡിയസ് മച്ച് ലാർജർ ദാൻ ദ ലാറ്റിസ് സ്പേസിങ് അല്ലേ. അപ്പോൾ അതിനാണ് പറയുന്നത്. ഇനി അതിൻ്റെ ബൈൻഡിങ് എനർജി ഈസ് മച്ച് ലെസ് ദാൻ ഹൈഡ്രജൻ ആറ്റം ഓഫ് ദി ഓർഡർ ഓഫ് 0.1 ഇലക്ട്രോൺ വോൾട്ട് അല്ലേ. ഇനി അടുത്തൊരു കേസിൽ ഇഫ് ദി
Dielectric constant is very small, Coulomb interaction will become very strong and the exciton becomes very small. Dielectric constant കുറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രീനിങ് കുറയും, അപ്പോൾ കൂളം ഇൻട്രാക്ഷൻ കൂടും, അവർ നന്നായിട്ട് അടുക്കും, അതുകൊണ്ട് ആ എക്സൈറ്റോൺ വളരെ ചെറുതാവും. അത്തരത്തിലുള്ള എക്സൈറ്റോൺസിനെ പറയുന്നതിനാണ് ഫ്രങ്കൽ എക്സൈറ്റോൺസ് അല്ലേ. അതിൻ്റെ ബൈൻഡിങ് എനർജി കൂടുതലാണ്. 1 ഇലക്ട്രോൺ വോൾട്ട് ഉണ്ട്. ഇത് വെറും 0.1 ഇലക്ട്രോൺ വോൾട്ട് ആയിരുന്നു, ഇത് 1 ഇലക്ട്രോൺ വോൾട്ട് ഉണ്ട്. ക്ലിയർ ആണല്ലോ. അതാണ് എക്സൈറ്റോൺസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ നാനോയുടെ ആ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ. സ്പീഡിലെടുത്തതിന് വീണ്ടും സോറി. നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിനകത്ത് വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും പഠിച്ചാണ്. അത് ഓർമ്മയുണ്ടോ ഇല്ലേ എന്നുള്ളത് വേറെ കാര്യം. അതൊക്കെ ഓർത്താലേ ഈ ഒരു ചാപ്റ്റർ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അത് എന്താ പറയുക, സിലബസ് ഇട്ടവരുടെ ഒരു ഇത്. പക്ഷേ നാനോ ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ട് ക്വാണ്ടം മെക്കാനിക്സ് പഠിക്കുമ്പോൾ ഭയങ്കര ഡെപ്തിൽ പഠിക്കേണ്ട എന്നുള്ളൊരു ബെനിഫിറ്റേ ഉള്ളൂ. ഓക്കെ, പക്ഷേ ഇങ്ങനെ പഠിക്കുമ്പോൾ എന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ അധികം ബൈ ഹാർട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇത് നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സ്, ഇൻട്രൊഡക്ടറി ക്വാണ്ടം മെക്കാനിക്സ് ഫോർ നാനോ സയൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഓക്കെ, താങ്ക് യു ഓൾ.